2023 നവംബർ മാസമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ തന്നെ മാജിക് ഫ്രെയിംസിന്റെ ഒരു പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തത് എന്ന് ഓർമ്മയുണ്ടോ? നമ്മുടെ കുന്നമംഗലം പാലക്കൽ മാളിൽ 3 സ്ക്രീനോട് കൂടി ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഓപ്പൺ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞെന്ന് പറയുമ്പോൾ നവംബർ ഡിസംബർ കഴിഞ്ഞ് ജാനുവരി മാസം 2024 ജാനുവരി മാസമാണ് കോഴിക്കോട് ജില്ലയിലെ സിനിമാ ആസ്വാദനത്തെ പൂർണ്ണമായി മാറ്റിമറിച്ചുകൊണ്ട് കേരളത്തിൽ ആദ്യമായിട്ട് എപ്പിക് തിയേറ്റർ വന്നത്. കോഴിക്കോട് ജില്ലയിലെ തന്നെ ആദ്യത്തെ പ്രീമിയം ലാർജ് സ്ക്രീൻ ഫോർമാറ്റാണ് ഈ ഒരു എപ്പിക് തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതെവിടാണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ. യെസ്, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലെ പലാക്സി സിനിമാസിലാണ് ഈ ഒരു എപ്പിക് തിയേറ്റർ വരുന്നത്. ശരിക്കും പറയുവാണെങ്കിൽ ആ ഒരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട് ജില്ലയിൽ പുതിയ പുതിയ തിയേറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വന്ന ഒരു സമയമായിരുന്നു. അതായത് അതുവരെ കോഴിക്കോട് ജില്ലയിലെ തിയേറ്ററുകളെ പറ്റിയിട്ട് അത്ര നല്ല അഭിപ്രായം അല്ലായിരുന്നു. മിക്ക തിയേറ്ററുകളും അത്യാവശ്യം പേര് കേൾപ്പിച്ച തിയേറ്ററുകളൊക്കെ തന്നെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സമയം തുരുതുരാന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ തിയേറ്ററുകൾ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് എന്തായാലും ആ ഒരു പേരുദോഷം ഏതാണ്ട് അങ്ങോട്ട് മാറി നിൽക്കുവാണ് കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ച്. ഒരുപാട് മികച്ച തിയേറ്ററുകൾ ഇപ്പോൾ കോഴിക്കോട് ടൗണിൽ നോക്കിയാൽ തന്നെ കാണാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ തന്നെ വളരെയധികം പ്രധാനപ്പെട്ട പ്രമുഖ തിയേറ്റർ ആയിട്ടുള്ള അപ്സര തിയേറ്റർ മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഏറ്റെടുത്ത് റെനോവേഷനൊക്കെ കഴിഞ്ഞ് ഗംഭീരമായിട്ട് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ തിയേറ്റർ മുമ്പോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്താണ് ഈ പറയാൻ പോകുന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ, ഇപ്പോൾ ഈ 3 തിയേറ്ററുകളുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അതേ സംഭവം നിങ്ങൾക്ക് വീണ്ടും ഇത് ഇപ്പോൾ 2025 തുടങ്ങാനായിട്ട് പോവുകയാണല്ലോ. അപ്പോൾ അന്ന് 2023, 24 അതായത് 2023 അവസാനം 2024 തുടക്കം സംഭവിച്ച കാര്യങ്ങൾ വീണ്ടും ഇവിടെ 2024, 25 കാലഘട്ടത്തിൽ സംഭവിക്കുന്നതായിട്ട് കാണണോ? ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ ഉദാഹരണ സഹിതം കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ വീണ്ടും പോകുന്നത് 2024 ഡിസംബർ മാസം 19 തീയതിയിലേക്കാണ് കേട്ടോ. അന്നാണ് നമ്മുടെ കോഴിക്കോട് വീണ്ടും ഒരു പുതിയ തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഒരുപാട് ദിവസമൊന്നും ആയിട്ടില്ല, കുറച്ച് ദിവസം മുന്നെയാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ വീണ്ടും ഒരു പുതിയ തിയേറ്റർ. ആരുടെയെന്നറിയോ? ഞാൻ പറഞ്ഞല്ലോ, 2023 നവംബർ മാസം മാജിക് ഫ്രെയിംസ് ഓപ്പൺ ചെയ്തു. അതുപോലെ തന്നെ 2024 ഡിസംബർ മാസം ആയപ്പോഴത്തേക്ക് മാജിക് ഫ്രെയിംസ് വീണ്ടും ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. എവിടെയാണെന്നറിയോ? നമ്മുടെ കക്കട്ടിൽ കേമാളിലാണ് 3 സ്ക്രീനോട് കൂടിയ മൾട്ടിപ്ലക്സ് തിയേറ്റർ മാജിക് ഫ്രെയിംസ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അത് ഉദ്ഘാടനം ചെയ്തത് നമ്മുടെ കുഞ്ചാക്കോ ബോബനായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു തിയേറ്ററോട് കൂടിയിട്ട് നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ തിയേറ്ററുകളുടെ എണ്ണം കൂടി, അതുപോലെ തന്നെ സ്ക്രീനുകളുടെ എണ്ണവും കൂടിയിരിക്കുകയാണ്. അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസിന്റെ ഇൻഡിവിജ്വൽ തിയേറ്ററുകളുടെ എണ്ണം അങ്ങോട്ട് കൂടിയിരിക്കുകയാണ്. ഷോപ്പിംഗ് മാളിൽ തുടങ്ങിയ ഒരു തിയേറ്റർ ആയതുകൊണ്ട് തന്നെ അത് അവരുടെ ഓൺ തിയേറ്ററാണ്, ഏറ്റെടുത്ത് നടത്തുന്ന തിയേറ്റർ അല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ചരിത്രം ഇനി അങ്ങോട്ട് ആവർത്തിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഡിസംബർ മാസം 19 തീയതി ആയിരുന്നു ഈ ഒരു തിയേറ്റർ ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഡിസംബർ മാറ്റി നിർത്താം, ജാനുവരി ഫെബ്രുവരി കഴിഞ്ഞ് എക്സാക്ട് 2 മാസം കഴിഞ്ഞ് മാർച്ച് മാസമാണ് നമ്മുടെ പുതിയ എപ്പിക് തിയേറ്റർ ഓപ്പൺ ചെയ്യാനായിട്ട് പോകുന്നത്. അന്ന് കോഴിക്കോട് സംഭവിച്ച അതേ കാര്യം വീണ്ടും റിപ്പീറ്റ് അടിക്കാൻ പോവാണ്. അപ്പോൾ ഇനി എവിടെയാണ് എപ്പിക് തിയേറ്റർ വരാൻ പോകുന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം, പക്ഷേ അത് കോഴിക്കോട് ജില്ലയിലല്ല, തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ ഒരു മാജിക് ഫ്രെയിംസ് തിയേറ്റർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് തൊട്ട് പുറകെ ഒരു എപ്പിക് തിയേറ്ററും തുറക്കാൻ പോവുകയാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത ഹൈലൈറ്റ് മാളിലാണ് 6 സ്ക്രീനോട് കൂടി മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നത്. അതിൽ ഒരു തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എപ്പിക് തിയേറ്റർ തന്നെയാണ് കേട്ടോ. തൃശ്ശൂർ ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഇതുപോലൊരു പ്രീമിയം ലാർജ് സ്ക്രീൻ ഫോർമാറ്റ് വരുന്നത്. നമ്മുടെ കേരളത്തിലെ തന്നെ 2ാമത്തെ എപ്പിക് തിയേറ്റർ ആണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു എപ്പിക് തിയേറ്ററും അതുപോലെ തന്നെ പലാക്സി സിനിമാസിന്റെ മറ്റ് സ്ക്രീനുകളും വരുന്നതോട് കൂടിയിട്ട് നിങ്ങൾ നോക്കി വെച്ചോ, നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡുകളും ഇതുവരെയുള്ള സിനിമ ആസ്വാദനമൊക്കെ, തിയേറ്റർ ആസ്വാദനമൊക്കെ അടിമുടി മാറാനായിട്ട് പോകുകയാണ് കേട്ടോ. കാര്യം എപ്പിക് തിയേറ്റർ ആയതുകൊണ്ട് തന്നെ 4K ലേസർ പ്രൊജക്ഷനും ഡോൾബി അറ്റ്മോസും ആയിരിക്കും. അതും പ്രിസൈസ് ലെവലിലായിരിക്കും ക്യൂബ് ഈ ഒരു തിയേറ്റർ ചിട്ടപ്പെടുത്തി എടുക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ആ ഒരു ആസ്വാദന നിലവാരം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതുവരെ തൃശ്ശൂരിൽ ആസ്വദിച്ചുകൊണ്ടിരുന്ന തിയേറ്ററുകളുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പോൾ നിങ്ങൾക്ക് പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ കാണാനായിട്ട് തുടങ്ങും എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു തിയേറ്റർ ഒരു ബെഞ്ച് മാർക്കായിട്ട് മാറുമോ എന്നുള്ള കാര്യം നമ്മൾ കണ്ട് തന്നെ അറിയണം. കോഴിക്കോട് പലാക്സി സിനിമാസിന്റെ കാര്യം നോക്കുവാണെങ്കിൽ അവിടെ അവർ ഒരുപാട് റെക്കോർഡുകൾ വേദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒരു തിയേറ്ററിൽ നിന്ന് തന്നെ ഒരു സിനിമയ്ക്ക് 1 കോടിക്ക് മുകളിൽ കളക്ഷൻ കിട്ടിയ ഒരു തിയേറ്ററായിട്ട് പെട്ടെന്ന് തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ പലാക്സി സിനിമാസ് കോഴിക്കോട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു റെക്കോർഡ് ഇവിടെ തൃശ്ശൂരിലും ആവർത്തിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിലെ ഒരുപാട് സിനിമ ആസ്വാദകരുള്ള ഒരു നാടുകൂടിയാണ്. അപ്പോൾ നമുക്ക് കണ്ട് തന്നെ അറിയണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു ചരിത്രം ആവർത്തിക്കുമോ എന്നുള്ള കാര്യമാണല്ലോ പറഞ്ഞത്. അപ്പോൾ മാജിക് ഫ്രെയിംസിന്റെ തിയേറ്റർ ഓൾറെഡി തുറന്നു കഴിഞ്ഞു. അപ്പോൾ 2 മാസം കഴിയുമ്പോഴത്തേക്കും എപ്പിക് തിയേറ്ററും തുറക്കും.
ഇനി ഒരു പ്രമുഖ തിയേറ്ററിൽ റെനോവേഷൻ നടക്കണം അല്ലേ. അപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ചരിത്രമാണ് നോക്കുന്നത്. ആ കാര്യം നിങ്ങൾ മറക്കരുത്. നമ്മൾ കഴിഞ്ഞ വർഷം ആവർത്തിച്ച അതേ കാര്യങ്ങൾ വീണ്ടും ഇവിടെ ആവർത്തിക്കും എന്നുള്ള കാര്യമാണ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ ഏറ്റവും പ്രമുഖ തിയേറ്റർ ഏതാണ്? യെസ്, ഓഫ് കോഴ്സ്, നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ആദ്യം ഓടി വരുന്നത് തൃശ്ശൂർ രാഗം തിയേറ്റർ തന്നെയാണ്. അപ്പോൾ രാഗം തിയേറ്ററിൽ എന്തെങ്കിലും റെനോവേഷൻ വർക്കുകളൊക്കെ നടക്കുമോ? യെസ്, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ പ്രേക്ഷകരുടെ ഒക്കെ ഒരു ആഗ്രഹമായിരുന്നു രാഗം തിയേറ്ററിൽ. കാര്യം നമ്മുടെ കേരളത്തിലെ പ്രമുഖ തിയേറ്ററുകളൊക്കെ നോക്കുന്ന സമയത്ത് എല്ലാവരും 4K RGB ലേസർ പ്രൊജക്ഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇപ്പോഴും രാഗം ആ ഒരു പഴയ 4K പ്രൊജക്ടറും വെച്ചിട്ടാണ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിന് ഒരു ഉത്തരം വന്നിരിക്കുകയാണ്. നമ്മുടെ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പ്രൊജക്ഷൻ അവർ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതും 4K RGB ലേസർ പ്രൊജക്ഷനിലേക്ക് തൃശ്ശൂർ രാഗം തിയേറ്ററിലെ പ്രൊജക്ഷൻ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. തൃശ്ശൂർ രാഗം ഫാൻസിന് ഇതൊരു വലിയ വലിയ സന്തോഷകരമായ വാർത്ത തന്നെ ആയിരിക്കും എന്നറിയാം. യെസ്, അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അതേ ചരിത്രം വീണ്ടും ഈ വർഷവും ആവർത്തിക്കുന്നുണ്ട്. ഇനി ഇത് 2025 അവസാനവും 26 തുടക്കവും ആവർത്തിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കണ്ടു തന്നെ അറിയാം. മാജിക് ഫ്രെയിംസും അതുപോലെ തന്നെ ഹൈലൈറ്റ് ഗ്രൂപ്പും കൂടെ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേ സാധനം തന്നെ വീണ്ടും ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണാനായിട്ട് പറ്റും എന്നുള്ളതാണ് കേട്ടോ. കഴിഞ്ഞിട്ടില്ല, തൃശ്ശൂർ ജില്ലയിലും ഇനിയും തുരുതുരുതുര എന്ന് പറഞ്ഞിട്ട് തിയേറ്ററുകൾ ഇനിയും ഓപ്പൺ ചെയ്യാനായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ തിയേറ്ററുകളെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ വയലത്തൂർ ബി സിനിമാസ് എന്ന് പറഞ്ഞൊരു തിയേറ്റർ പുതുതായിട്ട് ഓപ്പൺ ചെയ്യാനായിട്ടുണ്ട്. അവിടെ 2 സ്ക്രീൻ വരുന്നുണ്ട്. പിന്നെ പാവറട്ടിയിൽ VKG സിനിമാസും ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, നമ്മുടെ പെരുമ്പിലാവ് ഫാൽക്കൻ മാളിലും മാജിക് ഫ്രെയിംസിന്റെ 3 സ്ക്രീനോട് കൂടിയ ഒരു മൾട്ടിപ്ലക്സ് തിയേറ്റർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുതിയ പുതിയ തിയേറ്ററുകളുടെ കാര്യം പറയുന്ന സമയത്ത് മാജിക് ഫ്രെയിംസിന്റെ പേര് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മിക്കവാറും ഒരു വലിയ മൊണോപ്പൊളി ആയിട്ട് ലിസ്റ്റിൻ സ്റ്റീഫൻ മാറാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കണ്ടു തന്നെ അറിയാനൊന്നും ഇല്ല. ഇപ്പോൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഏറ്റവും കൂടുതൽ തിയേറ്ററുകളുള്ള ഒരു മോലാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലിസ്റ്റിൻ സ്റ്റീഫനും മാജിക് ഫ്രെയിംസിന്റെ തിയേറ്ററിലാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെ നമ്മുടെ തൃശ്ശൂർ കൈരളി ശ്രീ തിയേറ്റർ ഉണ്ടല്ലോ, അതിൻ്റെയും റെനോവേഷൻ വർക്കുകളൊക്കെ തീർന്ന് എന്തെങ്കിലുമൊക്കെ ഓപ്പൺ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത്രയധികം തിയേറ്ററുകളും ഷോപ്പിംഗ് മാളുകളൊക്കെ തൃശ്ശൂർ ജില്ലയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇത് ഭയങ്കര രസമുണ്ടായിരുന്നല്ലേ. കഴിഞ്ഞ വർഷം ആവർത്തിച്ച അതേ കാര്യങ്ങൾ ഈ വർഷവും ആവർത്തിക്കുന്നു എന്നുള്ളത്, അതും അതേ സ്പെഷ്യൽ ഫോർമാറ്റ് സ്ക്രീന്.